ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഇവിടെ ഒരു ഇന്റർനെറ്റിന്റെ സ്പീഡ് കുറയാനുള്ള ഒരു 5 കാരണങ്ങളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ പലർക്കും ഉള്ള ഒരു ഇഷ്യൂകളാണ് എന്തുകൊണ്ടാണ് ഈ സ്പീഡ് ഇങ്ങനെ കുറയുന്നത്. കാരണം ചിലപ്പോൾ നല്ല വണ്ണം കിട്ടിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ചാനൽ പെട്ടെന്ന് സ്പീഡ് കുറയുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഒരു 5 റീസണുകളാണ്. എന്താണ് ആ റീസണുകൾ നോക്കാം. ഒന്നാമതായിട്ട് തന്നെ വരുന്നത് അതിൻ്റെ നമ്മുടെ പ്ലാൻ, നമ്മൾ എടുത്തേക്കുന്ന പ്ലാൻ, അതായത് 10 MBPS 30 MBPS അല്ലെങ്കിൽ 100 MBPS ആയിരിക്കും. അപ്പോൾ പ്ലാനും നമ്മുടെ യൂസേജും തമ്മിൽ ഒത്തുപോകാതെ വരുമ്പോൾ ഒരു ഇഷ്യൂ ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു 10 MBPS പ്ലാനാണ് എടുത്തേക്കുന്നത്. നമ്മുടെ വീട്ടിലൊരു 5 പേരാണുള്ളത്. ഈ 5 പേരും 5 മൊബൈലിൽ ഒരേ സമയം തന്നെ ഒരു 4K കണ്ടന്റ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഹെവി യൂസേജ് ആയിട്ടുള്ള കണ്ടന്റ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ലോനെസ് വരും. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ഒന്നില്ലെങ്കിൽ നമ്മുടെ യൂസേജ് മനസ്സിലാക്കുക. അതായത് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പർട്ടിക്കുലർ ടൈമിലാണ് ഇത് വരുന്നതെങ്കിൽ, അതായത് നമുക്കൊരു സന്ധ്യാകാൻ നേരത്തെ അല്ലെങ്കിൽ വീട്ടിലെല്ലാവരും ഒരുമിച്ചുള്ളപ്പോൾ അല്ലെങ്കിൽ സൺഡേസിൽ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ആ സ്പീഡ് ഇഷ്യൂ അല്ലെങ്കിൽ നമുക്ക് നോർമലി മനസ്സിലാക്കാം. ഒരുമിച്ച് സൈമൾട്ടേനിയസ്ലി ഇത്രയും ഡിവൈസ് ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ വരുന്ന ഒരു സ്പീഡ് ഇഷ്യൂ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇത് ഇങ്ങനെ പരിഹരിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് കണ്ടുപിടിക്കാതെ അതുകൊണ്ടാണോ കുറയുന്നത്, അതായത് ഇത്തരം ചില സമയങ്ങളിൽ മാത്രമാണോ കുറയുന്നുള്ളൂ, അപ്പോൾ നമ്മുടെ യൂസേജ് കൂടിയ സമയമാണോ, ആ സമയത്താണോ നമ്മൾ TV ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആ സമയത്താണോ കൂടുതൽ എല്ലാവരും മൊബൈലിൽ വീഡിയോസ് കാണുന്നത് എന്ന് വിചാരിക്കുക. കാരണം നമ്മൾ എത്ര MBPS സ്പീഡ് ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു യൂസേജ് കൂടുന്നതനുസരിച്ച് നമുക്കിത് കുറയും. യൂസേജ് കൂടുന്നതനുസരിച്ച് ആ ഒരു സ്പീഡ് കുറയും. കാരണം അത് സ്പ്ലിറ്റായി പോകും. അതായത് നമുക്കറിയാം, അതായത് ഒരു പൈപ്പിൽ നിന്ന് വെള്ളം ഒഴുകുന്നതിന് ഏറ്റവും ഒരു ഉദാഹരണമാണ്. നമുക്കത് ഒരുപാട് പേര് ഒരുമിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഫോഴ്സ് കുറവായിരിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്പീഡ് കുറയാനുള്ള ഒരു പ്രധാന റീസണുകളിലൊന്ന് നമ്മുടെ പ്ലാനും നമ്മുടെ യൂസേജും തമ്മിൽ ഒത്തുപോകാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അത്തരം അവസരങ്ങളിലാണ് നമ്മുടെ ആ ഒരു സ്പീഡ് കുറയുന്നതെങ്കിൽ നമ്മുടെ പ്ലാൻ ഇൻക്രീസ് ചെയ്യുക. അതായത് കുറഞ്ഞ 10 MBPS ഒക്കെ പ്ലാൻ ആണെങ്കിൽ 20 MBPS ആക്കുക, അല്ലെങ്കിൽ അതിനേക്കാളും മുകളിലുള്ള സ്പീഡ് ആക്കുക. ഓക്കെ. രണ്ടാമത് വരുന്നതാണ് ISP സൈഡ് ഇഷ്യൂ. ISP സൈഡ് എന്ന് വെച്ചാൽ നമ്മുടെ സർവീസ് പ്രൊവൈഡറിന്റെ സൈഡിൽ നിന്നുള്ള ഇഷ്യൂ. നമുക്ക് തരുന്ന ഏഷ്യനെറ്റ് ആകാം, ജിയോ ആവാം, എയർടെൽ ആവാം. അപ്പോൾ അവരൊക്കെ തരുമ്പോൾ ആ ഒരു ചില സമയങ്ങളിൽ ഫുള്ളായിട്ട് നമുക്കൊരു ഡ്രാസ്റ്റിക് ആയിട്ട് ആ സൈഡ് ISP സൈഡ് ഇഷ്യൂ ഒക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രാസ്റ്റിക് ആയിട്ട് കട്ടാവും. അതായത് ഇപ്പോൾ നമുക്ക് നല്ല സ്പീഡൊക്കെ കിട്ടിക്കൊടുത്ത് വെച്ചാൽ തീരെ അനങ്ങാത്ത വിധത്തിലുള്ള സ്പീഡിലോട്ട് പോകും. അതായത് ഒരു പവർ ഇഷ്യൂ ഒരു സിഗ്നൽ ഇഷ്യൂ ഒക്കെയാണ് അവരുടെ സൈഡിൽ നിന്ന് വരുന്നതെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ശരിക്കും സ്പീഡ് കുറയാനായിട്ട് തോന്നും. പിന്നെ തീരെ കിട്ടില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഒരുമിച്ച് ഉപയോഗിക്കണമെന്നൊന്നുമില്ല. ഒരാൾ ഉപയോഗിച്ചാൽ പോലും ആ ഒരു സ്പീഡ് തീരെ കിട്ടുന്നില്ല, ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ISP സൈഡ് ഇഷ്യൂ ആണ്. നമ്മൾ സർവീസ് പ്രൊവൈഡറിനെ കോൺടാക്ട് ചെയ്ത് അവരെ കൊണ്ട് അത് റെക്ടിഫൈ ചെയ്യിക്കുക. ഇല്ലെങ്കിൽ രണ്ടാമത്തെ വരുന്ന ISP സൈഡിലെ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് കട്ടായി പോകും. അതായത് ഇടയ്ക്ക് കട്ടാവും, പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ നല്ല സ്പീഡ് കിട്ടും, പിന്നെ ഒന്ന് കട്ടാവും, പിന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടും, പിന്നെയും കട്ടാവും. അപ്പോൾ അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് കട്ടാവുന്നതും ISP സൈഡിലെ ഇഷ്യൂ ആണ്. അതുപോലെ തന്നെ ഡ്രാസ്റ്റിക് ആയിട്ട് സ്പീഡ് കുറയുന്നതും ISP സൈഡിലെ ഇഷ്യൂ ആണ്. അതാണ് രണ്ടാമത്തെ ഇഷ്യൂ. പിന്നെ വരുന്നതാണ് ഇന്റർഫറൻസ് വേറെ ഒന്നുമല്ല. അതായത് നമ്മുടെ നമുക്കറിയാം, അതായത് ഒരു 2.4 ഡിവൈസ്, ഇപ്പോൾ 5G ഡിവൈസ് വരുന്ന ഡ്യുവൽ ബാൻഡ് എല്ലാവരുടെ ഉണ്ടെങ്കിലും 2.4 ബാൻഡ്വിത്തിലാണ് ഈ വൈഫൈയിൽ കൂടുതൽ ഡിവൈസുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബാൻഡ്വിത്ത് ആ ഒരു 2.4 തന്നെ ഉപയോഗിക്കുന്നതാണ്. ബ്ലൂടൂത്തുകൾ, അതുപോലെ തന്നെ പല ഡിവൈസുകളും, ഇപ്പോൾ വിപണിയിലുള്ള പല ഡിവൈസുകൾ നമുക്ക് ഈ ഒരു 2.4 ബാൻഡ്വിത്തിൽ ഉപയോഗിക്കുന്ന ഡിവൈസുകളുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വരുമ്പോൾ 2.4 ബാൻഡ്വിത്ത് കൺജസ്റ്റ് വരുമ്പോഴും അത് വരാം. അപ്പോൾ ഇതിപ്പോൾ പെട്ടെന്ന് മനസ്സിലാവുള്ളതെന്ന് വെച്ചാൽ നമ്മളൊരു ഫ്ലാറ്റിലാണെങ്കിലും ഷോപ്പിംഗ് കോംപ്ലക്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഒരുപാട് വൈഫൈ നമ്മുടെ മൊബൈലിലെ വൈഫൈ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണിക്കാം, ഒരുപാട് വൈഫൈയുടെ പേരുകൾ കാണിക്കാം. അപ്പോൾ അത്തരം ഒരുപാട് വൈഫൈകൾ വരുമ്പോൾ ഈ ഒരു 2.4 ബാൻഡ്വിത്തിൽ ആ ഒരു വൈഫൈ സ്പീഡ് ഇഷ്യൂ ഉണ്ടാവാറുണ്ട്. അത് നോർമൽ ആൾക്കാർക്ക് നോർമൽ സൈഡിൽ ഒരു വീടുകളിലും കാര്യങ്ങളിലും കാണാറില്ല. ഒരു ഇന്റർഫറൻസ് നമ്മളൊരു ഷോപ്പിംഗ് മാളിൽ അല്ലെങ്കിൽ ഒരുപാട് ഓഫീസുകളിലൊക്കെ ഒരുപാട് പേര് വൈഫൈ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ, ഒരുപാട് വൈഫൈ കണക്ഷൻസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ആ ഒരു സ്പീഡ് ഇഷ്യൂവും കാര്യങ്ങളും വരുന്നത്, ആ ഒരു ഇന്റർഫറൻസ് വരുന്നത്. അപ്പോൾ അതെങ്ങനെ പരിഹരിക്കാമെന്ന് വെച്ചാൽ കൂടുതൽ ഡ്യുവൽ ബാൻഡ് ആയിട്ടുള്ള മോഡങ്ങൾ സ്വീകരിക്കുക, ഡ്യുവൽ ബാൻഡുള്ള മോഡങ്ങൾ വാങ്ങിക്കുക. ഡ്യുവൽ ബാൻഡ് മോഡത്തിൽ ഈ 5G വൈഫൈ ഉണ്ടാവും. 5G ബാൻഡ്വിത്ത് വൈഫൈയിൽ നല്ല സ്പീഡ് കിട്ടും. അതിൽ താരതമ്യേന ആ ഒരു ഡിഫറൻസ് കുറവാണ് 5G വരുമ്പോഴേക്കും. പിന്നെ അടുത്തത് വരുന്നതാണ് മോഡം സൈഡ് ഇഷ്യൂ എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ വെച്ചിരിക്കുന്ന മോഡം ഉണ്ടല്ലോ, അതായത് ONU. ആ ONUവിൽ എന്തെങ്കിലും കംപ്ലൈന്റ് വരിക. ഈ കംപ്ലൈന്റ് വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ONUവിൽ പ്രത്യേകിച്ച് കംപ്ലൈന്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ONU ഡെഡ് ആവുന്നത് മാത്രമല്ല, അതായത് ഒറ്റയടിക്ക് ഡെഡായി പോകുന്നത് കിട്ടാതിരിക്കുന്നത് മാത്രമല്ല ഒരു സ്പീഡ് ഇഷ്യൂ വരുന്ന കാരണം. സ്പീഡ് ഇഷ്യൂ വരുന്ന കാരണങ്ങൾ ഉണ്ടാകാം ONUവിൽ, വളരെ അപൂർവമായിട്ടാണ് അത് ഉണ്ടാകാറുള്ളൂ. എന്നാൽ ഇതിനെ പരിഹരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മളത് കോൺടാക്ട് ചെയ്യുക, അതായത് നമ്മുടെ സർവീസ് പ്രൊവൈഡറെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ സർവീസ് പ്രൊവൈഡർ വീട്ടിൽ വന്ന് നമ്മുടെ ആ ഒരു മോഡത്തിന്റെ ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യുന്നതോടെ അത് മാറും. ഇൻ കേസ് മോഡത്തിന്റെ ഒരു 90% ഇഷ്യൂസും കാര്യങ്ങളൊക്കെ, അതായത് ഡെഡ് അല്ല, അഡാപ്റ്റർ റിലേറ്റഡ് ഇഷ്യൂ അല്ല എങ്കിൽ നോർമലി ആ ഒരു ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യുന്നതോടുകൂടി ആ ഒരു സ്പീഡ്
ഇഷ്യൂ നമുക്ക് പൂർണ്ണമായിട്ടും പരിഹരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു മോഡേൺ റിലേറ്റഡ് ആണെങ്കിൽ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ബാക്കിയുള്ള സെനാരിയോസ് ഒന്നും അല്ല എങ്കിൽ മോഡേൺ റിലേറ്റഡ് ആയിട്ട് വരാം. അപ്പോഴും ഈ സർവീസ് പ്രൊവൈഡർ തന്നെ കോൺടാക്ട് ചെയ്യുക. അവർ വന്നത് ഫേംവെയർ അപ്ഡേറ്റ് ചെയ്ത് മോഡലിൻ്റെ ഫേംവെയർ ലേറ്റസ്റ്റിലോട്ട് അപ്ഡേറ്റ് ചെയ്ത് ആ ഒരു ഇഷ്യൂ നമുക്ക് അവിടെ പരിഹരിക്കാനായിട്ട് സാധിക്കും. പിന്നെ ലാസ്റ്റ് വരുന്നതാണ് നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈലിൻ്റെ ഇഷ്യൂ. അത് വളരെ കുറവാണ് വരുന്നത്, എന്നാലും അങ്ങനെയും വരാം. അതായത് കമ്പ്യൂട്ടറിൽ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൽ വൈറസ് ഇൻഫെക്റ്റഡ് ആകാം, അല്ലെങ്കിൽ മൊബൈലിലെ കമ്പ്യൂട്ടറിൽ വേറെ ഏതെങ്കിലും IP കോൺഫിഗറേഷൻ ചെയ്ത് ആ ഒരു നമ്മുടെ ഈ ഒരു ബ്രോഡ്ബാൻഡായിട്ട് കണക്ടിവിറ്റി വരുമ്പോൾ കിട്ടാതിരിക്കുന്നതാകാം. അങ്ങനെ പല കാര്യങ്ങളും വരാം. വൈറസ് ഒറ്റ തന്നെയാണ് കൂടുതലും വരാറ്. അങ്ങനെ കമ്പ്യൂട്ടറിലാണ് മെയിനായിട്ട് വരുന്നത്. മൊബൈലിൽ വളരെ ചാൻസസ് വളരെ കുറവാണ് സ്പീഡ് പറയുന്നത്. മൊബൈലിൽ വരുന്നതെന്ന് വെച്ചാൽ കൂടുതലായിട്ട് മെമ്മറി ഫുൾ ആകുമ്പോൾ അല്ലെങ്കിൽ ഹാങ് ആകുമ്പോൾ അത്തരമുള്ള അവസരങ്ങളിലാണ് കൂടുതലായിട്ട് ആ ഒരു മൊബൈലിൽ ഇഷ്യൂ കാണുന്നത്, ആ സ്പീഡ് ഇഷ്യൂ കാണുന്നത്. അല്ലാതെ നോർമൽ അവസരങ്ങളിൽ കമ്പ്യൂട്ടറുകൾ ഇത് കാണാറുണ്ട്, നമ്മുടെ ഇതിൽ ഇഷ്യൂസ് കാണാറുണ്ട്. പക്ഷേ നോർമലി മൊബൈലിൽ വളരെ കുറവാണ് കാണുന്നത്. പക്ഷേ മൊബൈലിൽ ഉണ്ടാവും ഇതുപോലെ തന്നെ ഹാങ് ആയിട്ടോ അല്ലെങ്കിൽ പഴയ അപ്ഡേറ്റ് ചെയ്യാത്ത പഴയ ഡിവൈസുകളിലൊക്കെ ആ ഒരു സ്പീഡ് ഇഷ്യൂ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട 3-4 പോയിന്റുകൾ കൊണ്ടാണ് ഈ ഒരു സ്പീഡ് ഇഷ്യൂ കാരണങ്ങൾ ഉണ്ടാകുന്നത്. ഇതല്ലാതെ ഏതെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഇതാണ് പ്രധാനപ്പെട്ട 5 സ്പീഡ് ഇഷ്യൂസ് വരാനുള്ള പ്രധാന കാരണങ്ങൾ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, ഞാൻ മറുപടി പറയുന്നതായിരിക്കും. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.